അമീനിക്കാക്ക, നോക്കിക്കേ, വെള്ളം കുടിച്ചപ്പോൾ കുഞ്ഞുവിന് എത്ര സന്തോഷമായെന്ന്. അതെ അമിന, കണ്ടു നിന്ന് നമുക്കും സന്തോഷമായല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ഉപ്പ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥ നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെ അത്രയധികം സ്നേഹിച്ചിരുന്നു ഇക്കാക്ക. തീർച്ചയായും ഉപ്പ ഇതിനെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. പണ്ട് അനുഗ്രഹീതമായ മക്ക നഗരത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഉപ്പ, അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. ഒരിക്കലും ആരോടും ദേഷ്യപ്പെട്ടിരുന്നില്ല, കളവ് പറഞ്ഞിരുന്നില്ല, സത്യം മാത്രമാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചു. വിശ്വസ്തൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എത്ര മനോഹരമായ പേര്. ഉപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗങ്ങളെയും ഇതുപോലെ സ്നേഹിച്ചിരുന്നോ? തീർച്ചയായും മോനെ. ഒരിക്കൽ വളരെയധികം ചൂടുള്ള ഒരു സമയത്ത് ഒരൊട്ടകം തന്റെ യജമാനന്റെ വളരെ ഭാരമേറിയ കെട്ടും കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത് നബിതങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബിതങ്ങൾ അതിനെ തലോടുകയും കുറച്ച് വെള്ളം നൽകുകയും ചെയ്തു. എന്നിട്ട് യജമാനനോട് പറഞ്ഞു, ഈ പാവമൃഗത്തോട് കരുണ കാണിക്കുക, ഇതിന് താങ്ങാനാവാത്ത ഭാരം ചുമത്തരുത്, ഒരിക്കലും ഇതിനെ പട്ടിണിക്കിടരുത്. ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ നാണക്കേട് കൊണ്ടും തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടും നബിതങ്ങളുടെ മുന്നിൽ തല കുനിച്ചു നിന്നു. മൃഗങ്ങളോട് ഒരിക്കലും ക്രൂരത കാണിക്കരുതെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരോടും കരുണയുള്ളവരായിരിക്കണം അല്ലേ? അതെ, അതെ മോളെ. വഴിയിലെ ഒരു മുള്ളു മാറ്റുന്നത് പോലും ഒരു പുണ്യപ്രവൃത്തിയാണ്, ഒരു സ്വതക്കയാണ്. ഒരിക്കലും ദേഷ്യത്തിന് അടിപ്പെടരുത്. എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ്, ഞങ്ങൾ എപ്പോഴും സത്യം പറയുകയും എല്ലാവരോടും കരുണ കാണിക്കുകയും ചെയ്യും ഉപ്പ.